ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഞാനിന്നിവിടെ ഒരു ചെമ്മീനും ചക്കക്കുരും മാങ്ങയും വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചെമ്മീൻ എടുത്തു വെച്ചു, പിന്നെ ചക്കക്കുരു, തേങ്ങ ചിരകിയത്, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, മാങ്ങ, കടുക് വറുത്തിടാനായിട്ട് വേണം, പിന്നെ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വെള്ളം നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ചെമ്മീൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിന് ചെമ്മീൻ്റെ തല ഞാൻ കളഞ്ഞല്ല ഇടുന്നത്, അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആദ്യം തന്നെ ഞാനൊരു കുഞ്ഞൊരു കുക്കർ എടുത്തു, അതിലേക്ക് ചക്കക്കുരും മാങ്ങയും ചെമ്മീനും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുത്തു. ആ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഒന്നുകൂടിയും കഴുകിയെടുത്തു. ആ വെള്ളം ഞാൻ ഇവിടെ മാറ്റി വെച്ചേക്കാണ്. നമുക്ക് ഇതിൽ വേറൊരു പണിയും കൂടി ചെയ്യാനുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു, പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എടുത്തു വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്മി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ വേവിക്കാനായിട്ട് വയ്ക്കാം. കുക്കറിലിട്ടൊരു 3 വിസിലടുപ്പിച്ച് നമുക്ക് എടുക്കണം. 3 വിസിലടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എയർ കളഞ്ഞ് പെട്ടെന്ന് തന്നെ തുറക്കാവുന്നതാണ്. പെട്ടെന്ന് പരിപാടികളൊക്കെ തീരും. അപ്പം നമുക്ക് വറുത്തിടാനായിട്ട് ഞാൻ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചു, കറിവേപ്പില, കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കർ വിസിലടിച്ചു. 3 വിസിലിന് വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഇറക്കി വയ്ക്കാം. ഇപ്പം 3 വിസിലടിച്ച് കഴിഞ്ഞ് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കതിന് എയർ കളഞ്ഞ് തുറക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറി വറുത്തിടലാണ്. കറി വറുത്തിടാനായിട്ട് ഞാൻ ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. നമുക്കിനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടണം. ക്ഷമ വേണം, കടുക് പൊട്ടാനായിട്ട് വിടാം, അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് കടുക് അടിക്കും. അപ്പോൾ കറിയുടെ ടേസ്റ്റ് ഒരു സുഖം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊരു ഉള്ളിയുടെ കളർ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പും കൂടിയും കഴിഞ്ഞാലാണ് നമ്മുടെ കറി വയ്ക്കൽ പൂർണ്ണമാവുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഈ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ
നിങ്ങൾക്ക് ഇച്ചിരി കൂടി ചാറുള്ള കറിയാണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് തിളപ്പിച്ച വെള്ളം ഇച്ചിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരിക്കുന്തോറും കറി കുറുകി വരും. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ഫ്രണ്ട്സ്.